നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് അവരുടെ സ്വത്ത് തരാമെന്ന് പറയുകയാണ്. രണ്ട് തരത്തിലാണ് ഇങ്ങനെ വിൽപ്പനയിൽ കൂടി അല്ലാതെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് മെയിനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് വില്ല് മുഖേന, രണ്ടാമത്തത് ഗിഫ്റ്റ് ഡീഡ് അഥവാ ധനനിശ്ചയം മൂലം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് എന്റെ ഒരു പ്രോപ്പർട്ടി, എന്റെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി എനിക്ക് എന്റെ മകനോ മകൾക്കോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും കൊടുക്കണം. പക്ഷെ മരണം വരെ അതെന്റെ കൺട്രോളിലായിരിക്കുകയും ചെയ്യണം. ആദ്യം ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ബില്ല് എഴുതി വെക്കണം. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എന്റെ ലൈഫ് ടൈമിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ തിരുത്തൽ വരുത്താനും അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാനും ഒക്കെ സാധിക്കും. എന്റെ മരണശേഷം മാത്രമേ ബില്ല് എക്സിക്യൂട്ടഡ് ആവത്തുള്ളൂ. ഇനി നമുക്ക് ഗിഫ്റ്റ് ഡീഡ് അല്ലെങ്കിൽ ധനനിശ്ചയത്തിലേക്ക് വരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ എനിക്ക് എനിക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും എനിക്കൊരു വസ്തു കൊടുക്കണം, എന്റെ ഒരു സ്വത്ത് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് ഡീഡ് എഴുതി വെക്കുകയാണ്. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ ഞാൻ ഇത് എഴുതി ഗിഫ്റ്റ് ഡീഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന ആ പോയിന്റിൽ ആ വ്യക്തി ആർക്കാണോ ഞാൻ കൊടുത്തത് അയാൾക്കായിരിക്കും ആ വസ്തുവിന്റെ സർവ്വസ്വാതന്ത്ര്യം ഇനിമേലിലുണ്ടായിരിക്കുന്നത്. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അല്ലെ, അതാണ് അതിന്റെ കൺസെപ്റ്റ്. നമ്മൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അത് നമ്മൾ തിരിച്ചു മേടിക്കോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഗിഫ്റ്റ് ഡീഡിന്റെ കാര്യത്തിൽ. നമ്മൾ ഈ കൊടുക്കുന്നത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടില്ല. ബില്ലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നമുക്ക് അത് ക്യാൻസൽ ചെയ്യോ അതിൽ തിരുത്തൽ വരുത്തുകയോ ചെയ്യാം. ഗിഫ്റ്റ് അല്ലെങ്കിൽ ധനനിശ്ചയം മുഖേന നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാം, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിന്മേൽ ലോൺ വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സർവ്വസ്വാതന്ത്ര്യമാണ്. നമ്മൾ ഒരു പ്രോപ്പർട്ടി കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഗിഫ്റ്റ് ഡീഡിലൂടെ കിട്ടുന്ന പ്രോപ്പർട്ടി. ഇനി വില്ലിന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, മരണശേഷം ഈ വില്ല് രജിസ്റ്റർ ചെയ്ത വില്ല് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വേണമെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് റിലേഷനുള്ള ആർക്കോ കോടതിയിൽ പോയി കണ്ടസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മുടെ വില്ല് ജെനുവിനാണ്, ഇതിൽ ഫ്രോഡ് ഒന്നുമില്ല എന്നുണ്ട്, നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ കോടതി ഇത് അംഗീകരിച്ച് ഒരു സർട്ടിഫിക്കറ്റ് തരും. അതിനാണ് പ്രൊബേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നീട് ഈ പ്രോപ്പർട്ടി നമ്മുടെ പേരിൽ തന്നെ കിട്ടുകയും ചെയ്യും, നമുക്ക് ഫുൾ ആയിട്ടുള്ള ഉടമസ്ഥതയിൽ അത് അനുഭവിക്കുകയും ചെയ്യും. ഇനി വില്ലാണോ ഗിഫ്റ്റ് ഡീഡ് ആണോ നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുന്ന ആളിന് നല്ലത് വില്ലും വാങ്ങുന്ന ആളിന് നല്ലത് ഗിഫ്റ്റ് ഡീഡുമായി.